കല്യാണ കച്ചേരി. രചന, അവതരണം മിത്രവിന്ദ. ആ, നീ തൽക്കാലം അത്ര ഭാരിച്ച കാര്യങ്ങളൊന്നും ആലോചിക്കാൻ നിൽക്കണ്ട. അതെന്തേലും ആവട്ടെ, ബർത്ത്ഡേ വിളിച്ചില്ലെങ്കിൽ സാരമില്ല. അത് പോട്ടെ, നമുക്ക് കിടക്കാം. കുറച്ച് പരിപാടി ഉള്ളതാ. എത്ര ദിവസമായി എന്ന് പറഞ്ഞ് കിരൺ അഞ്ജലിയുടെ മുകളിലേക്ക് വീണു. അവൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായതും അഞ്ജലിയുടെ ചുണ്ടിലും ഒരു ചിരി വിടർന്നു. ഏറെ നേരത്തിനപ്പുറം അവരുടെ കിതപ്പും ചിരിയും കൊണ്ട് ആ മുറി നിറഞ്ഞു. അതേസമയം നാളെ റിവിഷൻ ഉള്ളതുകൊണ്ട് തന്നെ കൊണ്ടുപിടിച്ച പഠനത്തിലായിരുന്നു ഭൂമി. അവൾക്കരികിൽ തന്നെ കാർത്തിക്കുമുണ്ട്. സമയം ഏകദേശം 10 മണിയോട് അടുത്തിരുന്നപ്പോൾ കണ്ണേട്ടൻ കിടന്നു. ഇങ്ങനെ ഉറക്കൊഴിഞ്ഞിരിക്കണ്ട. എക്സാമായ ഞാനിങ്ങനെയൊക്കെ തന്നെയാ. അത് വേണ്ട, താൻ പഠിക്ക്. പിന്നെ ചായ, കോഫി അങ്ങനെ എന്തെങ്കിലും വേണോ? ഞാൻ ഉണ്ടാക്കി വരാം. അതും പറഞ്ഞുകൊണ്ട് കാർത്തിക് കോഫി ഉണ്ടാക്കാൻ പോകാനായി എണീറ്റു. എൻ്റെ പൊന്ന് കണ്ണേട്ടാ, നിങ്ങളിത് എങ്ങോട്ടായി പോന്നേ? ഞാൻ കുറച്ചു നേരം കൂടി ഇരുന്നിട്ട് വന്ന് കിടക്കും. തൽക്കാലം എനിക്കൊന്നും വേണ്ട. ഭൂമി അത് പറഞ്ഞതും കാർത്തിക് കട്ടിലേക്ക് കിടന്നുകൊണ്ട് ഹെഡ്സെറ്റ് വെച്ച് പാട്ട് കേൾക്കാൻ തുടങ്ങി. അത് കണ്ടുകൊണ്ടാണ് ഭൂമി പഠിക്കാൻ തുടങ്ങിയത്. കുറച്ചു കഴിഞ്ഞപ്പോൾ കാർത്തി ഉറക്കം പിടിച്ചു. അത് കണ്ടതും ഭൂമി ഇരുന്നിടത്ത് നിന്ന് എണീറ്റു. അവൻ അരികെ ചെന്ന് ഫോണും അവൻ്റെ ചെവിയിൽ നിന്ന് എയർപോഡ്സും എല്ലാം ഊരി സൈഡ് ടേബിളിലേക്ക് വെച്ചു. ശേഷം AC അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ബെഡ്ഷീറ്റ് എടുത്ത് പാതി വരെ അവനെ പുതുപ്പിച്ചു. അവൻ്റെ ആ കിടപ്പ് കണ്ടപ്പോൾ അവൾ പോലും അറിയാതെ അവളുടെ അതരങ്ങൾ അവൻ്റെ കവിളിലേക്ക് അമർന്നു. ചുണ്ടിൽ ഊറിക്കൂടിയ അതേ പുഞ്ചിരിയോടെ അവൾ വീണ്ടും പോയി പഠിക്കാനായിരുന്നു. കുറേ പഠിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ചെറുതായി ഉറക്കം വന്നു. കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയ സാഹചര്യത്തിൽ അവൾ പഠിച്ചുകൊണ്ടിരുന്ന ടേബിളിലേക്ക് കവിൾ ചേർത്ത് മെല്ലെ കണ്ണുകൾ അടച്ചു. ഉറക്കം വന്നിരുന്നതുകൊണ്ട് നേരത്തിനുള്ളിൽ അവൾ ഉറങ്ങിപ്പോയി. ഉറക്കത്തിനിടയിൽ ഇടയ്ക്ക് എപ്പോഴോ കണ്ണ് തുറക്കുമ്പോൾ കാർത്തി കാണുന്നത് മുറിയിൽ ലൈറ്റ് കിടക്കുന്നതാണ്. തൊട്ടപ്പുറത്തേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച സ്റ്റഡി ടേബിളിൽ മുഖം ചേർത്ത് ശാന്തമായി ഉറങ്ങുന്ന ഭൂമിയാണ്. അവൻ പതിയെ അവൾക്കടുത്തേക്ക് നടന്നു ചെന്നു. അവളെ ഉണർത്താതെ മെല്ലെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് ബെഡിലേക്ക് കിടത്തി. കട്ടിലേക്ക് കിടത്തിയപ്പോൾ ഉറക്കം ഉണരാൻ തുടങ്ങിയ ഭൂമിയെ കാർത്തി പതിയെ തട്ടി ഉറക്കി. ചുണ്ടു പിളർത്തി ചെറുതായി തുറന്ന കണ്ണുകളുമായി ഉറങ്ങുന്ന ഭൂമിയെ കണ്ടപ്പോൾ അവനൊരു കൊച്ചു കുട്ടിയെപ്പോലെ തോന്നിച്ചു. ലൈറ്റ് ഓഫ് ചെയ്ത് അവൻ അവൾക്കരികിലേക്ക് കിടന്നതും അവളുടെ കൈകൾ അവനെ യാന്ത്രികമായി കെട്ടിപ്പുണർന്നതും ഒരുമിച്ചായിരുന്നു. അവൻ്റെ നെഞ്ചിൻ്റെ ചൂടിൽ ആ തണുപ്പിലും അവൾ സുഖമായി ഉറങ്ങി. രാവിലെ ഭൂമിയുടെ അലാറം അടിക്കുമ്പോഴും ആദ്യം ഉണർന്നത് കാർത്തിയാണ്. കൈ രണ്ടും ചുരുട്ടി തൻ്റെ നെഞ്ചിലേക്ക് വെച്ച് നിഷ്കളങ്കമായി ഉറങ്ങുന്നവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ തോന്നിയില്ല അവന്. അതുകൊണ്ട് തന്നെ അവളെ ഉണർത്താതെ അലാറം ഓഫ് ചെയ്തുകൊണ്ട് അവൻ കുറച്ചു നേരം കൂടി അവൾക്കൊപ്പം കിടന്നു. പിന്നീട് 5 മണിയായപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയി ഒരു കോഫിയും ഇട്ടുകൊണ്ടുവന്ന് ഭൂമിയുടെ സ്റ്റഡി ടേബിളിൽ വെച്ച ശേഷമാണ് അവൻ ഭൂമിയെ ഉണർത്തിയത്. രാത്രി ഏറെ നേരം പഠിക്കാൻ അവൾ തയ്യാറാണ്. അവൾക്കതിൽ യാതൊരു മടിയുമില്ല. പക്ഷെ രാവിലെ എഴുന്നേക്കാൻ അവൾക്ക് ഇത്തിരി മടിയുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമയം കാർത്തി വിളിച്ചതിന് ശേഷമാണ് ഭൂമി മയക്കം വിട്ടുണർന്നത്. ഭൂമി എണീറ്റേ. ഒരുവിധം അവൻ അവളെ കുത്തിപ്പൊക്കി എണീപ്പിച്ചു. എന്നിട്ടും എണീക്കാതെ ചടഞ്ഞു കൂടിയിരുന്ന അവളെ അവൻ ഒരുവിധം ബാത്റൂമിലേക്ക് കൊണ്ടുപോയി മുഖമൊക്കെ കഴിപ്പിച്ച് നേരെ സ്റ്റഡി ടേബിളിൻ്റെ മുൻപിൽ കൊണ്ടുപോയി ഇരുത്തി. ചൂടുള്ള ഒരു കപ്പ് കാപ്പി കയ്യിലേക്ക് വെച്ചു കൊടുത്തു. അതൊന്ന് സിപ്പ് ചെയ്ത ശേഷമാണ് ഭൂമിക്ക് അല്പം വെളിവ് വന്നത്. അതുവരെയും ഉറക്കം തൂങ്ങിയിരിക്കുമായിരുന്നു അവൾ. ഭൂമി നോക്ക്, ഞാൻ ജോഗിങ്ങിന് പോവാണ്. ഇവിടെ ഇരുന്ന് പഠിക്കണം കേട്ടോ. കാർത്തി അത് പറയുമ്പോൾ ഒരു പുഞ്ചിരിയോടെ അവനെ നോക്കി തലകുലുക്കി അവൾ. കാർത്തി റൂമിൽ നിന്ന് ഇറങ്ങിയതും തലേദിവസം അടച്ചു വെച്ച ബുക്ക് തുറന്ന് അവൾ പഠിക്കാൻ തുടങ്ങി. അവൻ ജോഗിങ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും അവൾ അതേ ഇരിപ്പിരുന്ന് പഠിക്കുകയാണ്. ശേഷം ഇരുവരും റെഡിയായി സുഭദ്രയോടും യാത്ര പറഞ്ഞ് കോളേജിലേക്ക് ഇറങ്ങി. എന്നാൽ ആ സമയം വരെ അഞ്ജലിയും കിരണും താഴേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിൽ നിന്നും അവർ ഉണർന്നിട്ടില്ലെന്ന് സുഭദ്ര ഊഹിച്ചു. പിന്നെയും സമയം ഏകദേശം 10 മണിയോടടുത്തപ്പോഴാണ് അവരിരുവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായി താഴേക്ക് വന്നത്. അവർ വരുന്നത് കണ്ടതും ലിവിംഗ് റൂമിലിരുന്ന ബാലചന്ദ്രൻ ഡൈനിങ് ഹാളിലേക്ക് വന്നു. കിരൺ, എന്താ നിൻ്റെ ഉദ്ദേശം? നിൻ്റെ വിവാഹത്തിന് മുമ്പ് നീ ബിസിനസ് കാര്യങ്ങളിലെങ്കിലും അല്പം ശ്രദ്ധ ചെലുത്തിയിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാമെന്നാണോ നീ കരുതുന്നത്? ഞാൻ പുതുതായി എന്തെങ്കിലും സ്റ്റാർട്ടപ്പ് ചെയ്താലോ എന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട്.
കിരൺ ബാലേന്ദ്രനോട് പറഞ്ഞു. അതെന്തിനാണ് ഇപ്പോൾ പുതിയൊരു സ്റ്റാർട്ടപ്പ്? നമുക്ക് ഓൾറെഡി ഒരുപാട് ബിസിനസ്സുകൾ ഇന്ത്യയിലും പുറത്തും ഉള്ളതല്ലേ. അതൊക്കെ നോക്കി നടത്താൻ തന്നെ ആള് തികയാതെ വരുമ്പോൾ പിന്നെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? നിന്റെ ചേട്ടൻ അവൻ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചൂസ് ചെയ്തു, അവൻ ആ വഴിയെ പോയി. തുടക്കത്തിൽ നിനക്ക് ബിസിനസ്സിൽ നല്ല താല്പര്യം ഉണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ബിസിനസ്സൊക്കെ അല്പം കൂടി വിപുലീകരിച്ചത്. എന്നിട്ടിപ്പോൾ ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് നീ പോയാൽ പിന്നെ എങ്ങനെ ശരിയാകും? ഒരു നിമിഷം ബാലേന്ദ്രൻ്റെ മുമ്പിൽ ഉത്തരമില്ലാതെ കിരൺ നിന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ സ്റ്റാർട്ടപ്പ് ഐഡിയ പോലും അഞ്ജലിയുടേതാണ്. അവളാണ് പറഞ്ഞത്, അച്ഛൻ്റെ മുൻപിൽ ചേട്ടനേക്കാളും മികച്ചു നിൽക്കണമെങ്കിൽ പുതുതായി എന്തെങ്കിലും ചെയ്യണമെന്ന്. ഒന്ന് ആലോചിച്ചപ്പോൾ കിരണും തോന്നി അതാണ് ശരിയെന്ന്. എന്നും എപ്പോഴും അച്ഛൻ്റെയും ഏട്ടൻ്റെയും തണലിൽ കഴിയുന്നതിലും നല്ലത് എന്തുകൊണ്ടും സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങുന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ തല ഉയർത്തി നിൽക്കണം. ബാലേന്ദ്രൻ എന്തോ പറഞ്ഞ് കിരണിനെ പുതിയ സ്റ്റാർട്ടപ്പിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അഞ്ജലി കയറി ഇടപെട്ടു. കുറേ നാളായിട്ടുള്ള കിരണിൻ്റെ ഡ്രീമാണ് അങ്കിളിത്. അപ്പോഴേക്കും തന്നെ ബാലേന്ദ്രന് മനസ്സിലായി കിരൺ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു എന്ന്. അവരുടെ തന്നെ ദുബായിലെ ബിസിനസ്സുകളെല്ലാം കിരണായിരുന്നു നോക്കി നടത്തിയത്. എന്നാൽ കിരണിൻ്റെ വിവാഹശേഷം മുതൽ പിന്നീട് ഒരു കാര്യത്തിലും അവൻ ഇടപെടാതെയായി. അപ്പോഴേക്കും ബാലേന്ദ്രൻ ഓർത്തത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വിവാഹം കഴിഞ്ഞതുകൊണ്ട് അവൻ അച്ഛനെയും അമ്മനെയൊക്കെ ഫേസ് ചെയ്യാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമെന്നാണ്. എന്നാൽ വീട്ടിൽ വന്ന ശേഷവും അവൻ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒന്നും പറയാതായതോടെ ബാലേന്ദ്രൻ ഏകദേശം ചെറിയ സംശയങ്ങളൊക്കെ തോന്നിയിരുന്നു. ഇപ്പോഴത് ഉറപ്പിക്കുന്ന വിധമാണ് കിരണിൻ്റെയും അഞ്ജലിയുടെയും സംസാരം. നിങ്ങൾക്കതാണ് താല്പര്യമെങ്കിൽ അതുപോലെ ചെയ്യുക. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ ലിവിംഗ് റൂമിലേക്ക് പോയി. അപ്പോഴേക്കും കിരണും അഞ്ജലിയും ഭക്ഷണം കഴിച്ച മുകളിലേക്കും കയറി. അടുക്കളയിൽ ഇവരുടെ സംസാരമെല്ലാം കേട്ട് സുഭദ്ര നിന്നു. അവർ മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ സുഭദ്ര ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. എന്തു പറ്റി ബാലേട്ടാ, എന്താ മുഖമൊക്കെ വല്ലാണ്ട്? ഏയ് ഒന്നുമില്ലടോ. കാർത്തികിനെ പോലെ അല്ല കിരൺ. ബിസിനസ്സിൽ ഞാൻ പ്രതീക്ഷിച്ചത് കിരണിനെയായിരുന്നു. നല്ല കാലിബറുള്ളവനായിരുന്നവൻ. പിന്നെ എന്താണോ പെട്ടെന്ന് അവൻ ഇങ്ങനെയൊക്കെ തോന്നാൻ? ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ പോലും ഞാൻ അവൻ്റെ വാക്ക് കേൾക്കാതിരുന്നിട്ടില്ല. കാരണം അത്ര ബ്രില്യൻ്റ് ആയിരുന്നവൻ. അവൻ്റെ ബിസിനസ് ഐഡിയകൾ അങ്ങനെയായിരുന്നു. കിരണിൻ്റെ ബിസിനസ് പ്രാവീണ്യത്തെക്കുറിച്ച് ബാലേന്ദ്രൻ എത്ര പറഞ്ഞിട്ടും മതിയാകുന്നില്ല. സാരമില്ല ബാലേട്ട, അവന് താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ നിർബന്ധിക്കാൻ ഒക്കുമോ? അങ്ങനെ നിർബന്ധിച്ച് ചെയ്യിക്കാൻ പറ്റിയ ഒരു കാര്യവുമല്ലല്ലോ ഇത്. അതെ, അത് താൻ പറഞ്ഞത് കറക്റ്റാണ്. എല്ലാം കൂടി ബാലേട്ടന് ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറ്റുമോ? സുഭദ്ര ഒരാകുലതയോടെ അയാളോട് ചോദിച്ചു. ഏയ് അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ലടോ. അതൊക്കെ എനിക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ എല്ലാ കമ്പനിയിലും മാനേജേഴ്സ് ഉണ്ട്. അവർക്ക് മുകളിൽ വേറെ ഓഫീസേഴ്സ് ഉണ്ട്. ഓഫീസ് കാര്യങ്ങളിൽ നമുക്കൊരു ടെൻഷൻ അടിക്കേണ്ടതായി വരുന്നില്ല. പിന്നെ കിരൺ ഒപ്പം ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്കൊരു ധൈര്യമായിരുന്നു. ഒരു ചെറു നെടുവീർപ്പോടെ ബാലേന്ദ്രൻ പറഞ്ഞു നിർത്തി. രാവിലെ കോളേജിലേക്ക് പോകുമ്പോഴേ എന്തോ കാര്യമായ ആലോചനയിലിരിക്കുന്ന ഭൂമിയെ നോക്കിക്കൊണ്ട് കാർത്തി ഡ്രൈവ് ചെയ്യുന്നു. എന്താടോ, എന്തു പറ്റി? നേരം കുറയായല്ലോ ഈ ആലോചന തുടങ്ങിയിട്ട്. ഏയ് ഒന്നുമില്ല സർ, ഞാൻ വെറുതെ ഇങ്ങനെ കഴിഞ്ഞു പോയ ഓരോ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നു. സാറിന്ന് കോളേജിൽ വെച്ച് ആ സംഭവം നടന്നപ്പോൾ എന്നെ തട്ടിക്കൊണ്ടുപോയ കുറച്ച് പേരില്ലേ, അവരെ പിന്നീട് കണ്ടെത്താനായോ? ഇല്ല, അന്വേഷണം നടക്കുന്നുണ്ട്. ആ സംഭവത്തെപ്പറ്റി ഓർത്തപ്പോൾ തന്നെ കാർത്തിയുടെ മുഖം വലിഞ്ഞു മുറുകി. അതേ മുറുകിയ മുഖത്തോടെ തന്നെയാണ് അവൻ ഭൂമിക്ക് മറുപടി നൽകിയതും. അപ്പോഴേക്കും അവരുടെ കോളേജിലേക്ക് എത്തിയിരുന്നു. പതിവ് പോലെ സുമയ്യ ഭൂമിയും കാത്ത് അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. 2 ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ കലോത്സവത്തിന് തുടക്കം കുറിക്കും. ഭൂമിയുടെ 1-2 ഐറ്റംസ് ഉണ്ട് കലോത്സവത്തിന്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉച്ചവരെ മാത്രമേ അവൾ ക്ലാസ്സിലിരിക്കൂ. ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ പ്രാക്ടീസിനായി ഓഡിറ്റോറിയത്തിലേക്കായിരിക്കും. ഇതിനോടകം തന്നെ കുട്ടികൾക്കിടയിൽ ഒരു വാർത്ത പരന്നു. അത് സത്യമാണോ എന്നറിയാനുള്ള ഓട്ടപ്പാച്ചിലാണ് അവരോരോരുത്തരും. മറ്റൊന്നുമല്ല, അനുപമയെ മാനേജ്മെൻറ്റ് ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. ഏതോ സ്റ്റാഫ് വഴി കുട്ടികൾക്കിടയിലേക്ക് പടർന്ന ഒരു വാർത്തയായിരുന്നു അത്. എന്നാൽ പിന്നീട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മാനേജ്മെൻറ്റ് ഭാഗത്തു നിന്നും
നോട്ടീസുകൾ ക്ലാസ്സിൽ വിതരണം ചെയ്തു. ടീച്ചറെ കോളേജിൽ നിന്ന് പുറത്താക്കാനുള്ള റീസണിലാണ് കുട്ടികൾ ഒന്നടങ്കം നടങ്ങിയത്. കോളേജിൽ ഏതോ കുട്ടിക്കെതിരെ അനുപമ വധശ്രമം നടത്തിയെന്ന് അതിൻ്റെ തെളിവുകൾ മാനേജ്മെൻറ്റിന് ലഭിച്ചത്രേ. ആദ്യം ആ കുട്ടി ഭൂമിയാണോ എന്നൊരു ചർച്ച കുട്ടികൾക്കിടയിൽ വന്നെങ്കിലും പിന്നീട് പതിയെ പതിയെ എല്ലാവരും ആ കാര്യം മറന്നു തുടങ്ങി. മാത്രമല്ല, അങ്ങനൊരു കാര്യം ഭൂമിക്കെതിരെ നടന്നതായി ആരും ഇതുവരെ എങ്ങും പറഞ്ഞും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടികൾ ആ ന്യൂസ് പാടെ വിട്ടു എന്ന് പറയുന്നതാവും കൂടുതൽ ശരി. അന്ന് പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം നല്ല രീതിയിൽ ടയേർഡായിട്ടാണ് ഭൂമി തിരികെ വീട്ടിലേക്ക് പോയത്. സാർ, നമുക്കൊരു കോഫി കുടിക്കാൻ പോയാലോ? വീട്ടിലേക്ക് പോകും വഴി ഭൂമി കാർത്തിയോട് ചോദിച്ചു. അവളുടെ ഭാഗത്തു നിന്നും അന്ന് ആദ്യമായിട്ടാണ് അത്തരത്തിലൊരു ചോദ്യം വന്നത്. അതിൻ്റേതായ അമ്പരപ്പ് കാർത്തിയുടെ മുഖത്തുണ്ട്. സാധാരണ അവൻ നിർബന്ധിച്ചാലും വീട്ടിൽ പോയി ചായ കുടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വിസമ്മതം പ്രകടിപ്പിക്കുന്നവളാണ്. ഇന്ന് എന്തോ പറ്റി? കാർത്തി അത് മനസ്സിൽ ചോദിച്ചുകൊണ്ട് വണ്ടി നേരെ ഒരു കോഫി ഷോപ്പിലേക്ക് വിട്ടു. അത് കാണിക്കെ ഭൂമിയുടെ മുഖം കൂടുതൽ തിളങ്ങി. ഭൂമിക്ക് എന്താ വേണ്ടത്? എനിക്ക് കോഫിയും കട്ട്ലറ്റും, ഭൂമി പറഞ്ഞു. അതെൻ്റെ ഫേവറേറ്റ് അല്ലേ? മറുപടി പോലെ കാർത്തി ചോദിച്ചു. അതുകൊണ്ട് ഇത് കണ്ണേട്ടന് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ? തിരിച്ചൊരു മറുചോദ്യമായിരുന്നു അവളുടെ മറുപടി. ഇവൾക്കിത് പെട്ടെന്ന് എന്തു പറ്റിയെന്ന ഭാവത്തിൽ കാർത്തി അവളെ നോക്കുമ്പോഴേക്കും അവൾ കട്ട്ലേറ്റും കോഫിയും ആസ്വദിച്ച് കഴിക്കുന്ന തിരക്കിലാണ്. അവർ തിരികെ വരുമ്പോഴേക്കും സുഭദ്ര അവരെയും കാത്ത് പതിവ് പോലെ ഉമ്മർപ്പടിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. മോളുടെ മുഖം എന്താ വല്ലാണ്ട്? ഇന്ന് ഉച്ചയ്ക്ക് കൊണ്ടുപോയ ഫുഡൊന്നും കഴിച്ചില്ലേ? പെട്ടെന്ന് സുഭദ്ര അത് ഭൂമിയോട് ചോദിച്ചതും കാർത്തി ഭൂമിയെ ഒന്ന് ഇരുത്തി നോക്കി. ഇന്നലെ രാത്രി മുഴുവൻ ഉറങ്ങാതെ ഉറക്കമൊഴിച്ച് പഠിച്ചതിൻ്റെയാ നല്ല ഉറക്കക്ഷീണമുണ്ട് ഭൂമിയുടെ മുഖത്ത്. ഒരു കാര്യം ചെയ്യുമോളെ, മോൾ വന്ന് ചായ കുടിച്ചിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം പോയി കിടന്നുറങ്ങ്. വേണ്ടമ്മേ, ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. അമ്മ എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാമോ? അതിനെന്താ, ഞാൻ ഉണ്ടാക്കാമല്ലോ. കാർത്തിയുടെ കൂടെ കൂടി മോൾക്കിപ്പം കോഫിയായോ ഇഷ്ടം? ഒരു തമാശ പോലെ സുഭദ്ര അവളോട് ചോദിച്ചപ്പോൾ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ മുകളിലേക്ക് പോയി. ഇതിപ്പോൾ എന്താണ് ഒരു കോഫി പ്രേമം? കുറച്ചു മുൻപല്ലേ ഒരു കോഫി കുടിച്ചത്? കാർത്തി അത് മനസ്സിലോർത്തുകൊണ്ട് നിന്നപ്പോഴാണ് സുഭദ്ര അവനെ പിന്നിൽ നിന്ന് വിളിച്ചത്. നീ എന്താലോചിച്ച് നിൽക്കുവാ? വാടാ, ഒന്ന് ചായ കുടിക്ക്. ഇതാ വരുന്നു. ഭൂമി പോയ വഴിയെ നോക്കിക്കൊണ്ട് കാർത്തി പറഞ്ഞു. അതേസമയം തന്നെയാണ് അഞ്ജലിയും കിരണും ചായ കുടിക്കാനായി താഴേക്ക് ഇറങ്ങി വന്നത്. ഭൂമി അവരെ കണ്ടെങ്കിലും ഒന്നും മിണ്ടാനോ സംസാരിക്കാനോ പോയില്ല. അവൾ നേരെ സ്വന്തം റൂമിലേക്ക് നടന്നു. ബാഗ് സ്റ്റഡി ടേബിളിൽ വെച്ച് കുളിച്ചു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. കാർത്തി ചായ കുടിക്കാൻ തുടങ്ങുമ്പോഴാണ് കിരണും അഞ്ജലിയും ഡൈനിങ് ഹാളിൽ വന്നിരുന്നത്. അഞ്ജലി, ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിക്കണമെന്ന് പറഞ്ഞിട്ട് എന്തായി? സുഭദ്ര അഞ്ജലിയോടായി ചോദിച്ചു. അത് ആൻറ്റി, ഞങ്ങൾ സിറ്റി ഹോസ്പിറ്റലിൽ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട്. ആണോ? എന്നത്തേക്ക് അപ്പോയിൻമെൻറ്റ്? അഞ്ജലിയുടെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് സുഭദ്ര ഓരോ ചോദ്യം ചോദിക്കുന്നത്. നാളെ രാവിലെ 10 മണിക്കാണ് ആൻറ്റി അപ്പോയിൻമെൻറ്റ്. ഞാനും കൂടി വരാം. നിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെ ഞാനും അറിഞ്ഞിരിക്കണമല്ലോ. അത് വേണ്ട ആൻറ്റി, ഞാനും കിരണും കൂടി പോയിക്കോളാം. അതെന്താ അഞ്ജലി, ഞാൻ കൂടി വന്നാൽ? നീ എന്തിനാ അഞ്ജലി അമ്മ വരണ്ടെന്ന് നിർബന്ധം പിടിക്കുന്നത്? അമ്മ കൂടി വരട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്, അമ്മയ്ക്ക് ആഗ്രഹം കാണും അമ്മയുടെ പേരക്കുട്ടിയെക്കുറിച്ച് അറിയാൻ. കിരണും കൂടി അത് പറഞ്ഞപ്പോൾ അഞ്ജലിയുടെ മുഖം കൂടുതൽ കടുത്തു. അതേ രൂക്ഷമായ നോട്ടത്തോടെ അഞ്ജലി കിരണിനെ നോക്കിയപ്പോൾ അവനത് കാണാത്ത പോലെ മുഖം കുനിച്ചു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചായ കുടിച്ച് തീർത്തിട്ട് അവൾ മുകളിലെ അവരുടെ മുറിയിലേക്ക് പോയി. കാര്യങ്ങളെക്കുറിച്ച് ഇതിനോടകം തന്നെ സുഭദ്രയ്ക്ക് ഏകദേശം ധാരണ കിട്ടിയിരുന്നു. ചായ കുടിച്ച് കാർത്തി മുകളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോഴും സുഭദ്ര ഭൂമിക്കുള്ള കോഫിയും അവൻ്റെ കയ്യിൽ കൊടുത്തുവിട്ടു. കോഫിയുമായി കാർത്തി മുറിയിലേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച ബെഡിൽ കിടന്ന് സുഖമായി ഉറങ്ങുന്ന ഭൂമിയാണ്. ഉറക്കമൊഴിച്ച് പഠിച്ചിട്ടാണ് അവൾക്ക് ഇത്രയും ക്ഷീണം. ഇന്നു മുതൽ അവളോട് നേരത്തെ കയറി കിടക്കാൻ പറയണം. അതൊക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് കാർത്തി കുളിക്കാനായി കയറിയത്. ഭൂമിയാണെങ്കിൽ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോഴേക്കും പഴയ പോലെ വീണ്ടും ഉഷാറായിരുന്ന് പഠിക്കാൻ തുടങ്ങി. ആ സമയം അഞ്ജലി ദേഷ്യത്തോടെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. മറ്റൊന്നുമല്ല, നാളെ സുഭദ്ര അവർക്കൊപ്പം ആശുപത്രിയിലേക്ക് വന്നാൽ അവരുടെ കള്ളം പിടിക്കപ്പെടുമെന്ന് അവൾക്ക് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെയാണ് കിരൺ കൃത്യമായി മുറിയിലേക്ക് വന്നത്.
അവൻ കയറിയതും ഉള്ളിലുണ്ടായിരുന്ന ദേഷ്യം മുഴുവനും കതകിനോട് തീർക്കും പോലെ അവൾ ആ വാതിൽ വലിച്ചടച്ചു. നിന്റെ ഉദ്ദേശം എന്താണ് കിരൺ? നിന്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വന്നാൽ ഇങ്ങോട്ട് വന്ന പോലെ തന്നെ കെട്ടും കിടക്കയും എടുത്ത് പോകേണ്ടി വരും നമ്മൾ. ഞാൻ അത്രയ്ക്ക് മണ്ടനാണെന്ന് നീ കരുതിയോ? സിറ്റി ഹോസ്പിറ്റലിലെ രാധിക മേനോൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അമ്മയാ. ഞാൻ നിന്നോട് പറയുകയാണ്, നീ ഒന്നുകൊണ്ടും ടെൻഷനാവണ്ട. അമ്മ നമ്മുടെ കൂടെ വരട്ടെ. അത് നമുക്ക് എന്തുകൊണ്ടും നല്ലതാണ്. ഡോക്ടറുടെ വായിൽ നിന്ന് തന്നെ അമ്മ കാര്യങ്ങൾ അറിയുമ്പോൾ അത് യാതൊരുവിധ സംശയത്തിനും ഇടവരുത്തത്തില്ല. പെട്ടെന്ന് കിരൺ അത് പറഞ്ഞപ്പോഴാണ് അഞ്ജലിക്ക് ആശ്വാസമായത്. എന്നിട്ട് നീ എന്താ കിരൺ ഇതേപ്പറ്റി മുന്നേ എന്നോട് പറയാതിരുന്നത്? അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കുറച്ചുകൂടി നന്നായി ആൻറ്റിയുടെ മുമ്പിൽ അഭിനയിച്ചേനെ. അതൊന്നും സാരമില്ല അഞ്ജലി. നമുക്ക് അഭിനയിച്ച് തകർക്കാൻ ഇനിയും ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. ഇരുവരും പരസ്പരം അതും പറഞ്ഞു ചിരിച്ചു. പിറ്റേന്ന് പതിവ് പോലെ കാർത്തിയും ഭൂമി കോളേജിലേക്ക് പോയി. സുഭദ്ര രാവിലെ തന്നെ റെഡിയായിരിക്കുകയാണ് കിരണിനും അഞ്ജലിക്കുമൊപ്പം ആശുപത്രിയിലേക്ക് പോകാൻ. മുകളിൽ നിന്ന് താഴേക്കുള്ള പടിയിറങ്ങി വരുന്ന അഞ്ജലി കാണുന്നത് ലിവിംഗ് റൂമിൽ ആശുപത്രിയിലേക്ക് പോകാനായി തയ്യാറായി നിൽക്കുന്ന സുഭദ്രയാണ്. ഓ, തള്ള രാവിലെ തന്നെ ഒരുങ്ങിക്കെട്ടി നിൽപ്പുണ്ട്. ചുണ്ടിനടിയിൽ വെച്ച് പിറുപിറുത്തുകൊണ്ട് അവൾ താഴേക്ക് നടന്നു. ആൻറ്റി റെഡിയായോ? കുശലം പോലെ അവൾ അവരോട് ചോദിച്ചു. എൻ്റെ ഈ വേഷവും ഭാവമൊന്നും കണ്ടിട്ട് നിനക്കങ്ങനെ തോന്നില്ലേ? അല്പം കടുപ്പത്തോടെ സുഭദ്ര ചോദിച്ചതും അഞ്ജലി അവരോട് പിന്നീട് ഒന്നും ചോദിക്കാതെ പുറത്തേക്കിറങ്ങി. അപ്പോഴേക്കും കിരണും താഴേക്ക് വന്നു. അവർ മൂവരും ആശുപത്രിയിലേക്കുള്ള യാത്ര തിരിച്ചു. ഡോക്ടർ രാധിക മേനോൻ്റെ ക്യാബിന് മുമ്പിൽ ഇരിക്കുവാണ്. സുഭദ്രയും കിരണും അഞ്ജലിയും. നേഴ്സ് വന്ന് അഞ്ജലിയുടെ പേര് വിളിച്ചതും അഞ്ജലിക്കൊപ്പം കിരൺ അകത്തേക്ക് കയറി. ഏറെ സമയം കഴിഞ്ഞിട്ടാണ് ഇരുവരും പുറത്തേക്ക് ഇറങ്ങിയത്. നല്ല തെളിഞ്ഞ മുഖത്തോടെ വരുന്ന കിരണിനെയും അഞ്ജലിയും കണ്ടപ്പോൾ സുഭദ്ര അവരെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. എന്തായി റിസൾട്ട്? സുഭദ്ര ചോദിച്ചു. പോസിറ്റീവാണെന്ന്. അധികം താമസിയാതെ അമ്മയൊരു അമ്മൂമ്മയാകാൻ പോവുകയാണ്. അത്യധികം സന്തോഷത്തോടെ കിരൺ അത് പറഞ്ഞു. ആണോ? എങ്കിൽ നിങ്ങൾ രണ്ടാളൂടെ വെയിറ്റ് ചെയ്യുക. ഇനി ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിട്ട് വരാം. അഞ്ജലിയുടെ ആഹാരകാര്യങ്ങളെപ്പറ്റിയൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. പെട്ടെന്ന് സുഭദ്ര അത് പറഞ്ഞപ്പോൾ ഒരു മറുപടിയില്ലാതെ നിന്നുപോയി കിരണും അഞ്ജലിയും. ആ നേരം കൊണ്ട് തന്നെ ഡോക്ടർ റൂമിന് മുമ്പിൽ നിന്ന് നഴ്സിനോട് അനുവാദം വാങ്ങി സുഭദ്ര അകത്തേക്ക് കയറിയിരുന്നു. ഞാൻ കുറച്ച് മുമ്പ് ഇവിടുന്ന് പോയ അഞ്ജലിയുടെ മദറിലോയാണ്. ആണോ? കൺഗ്രാറ്റ്സ്. താങ്ക് യു ഡോക്ടർ. കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അറിയാനുണ്ടായിരുന്നു. അഞ്ജലിയുടെ ഹെൽത്തിനെക്കുറിച്ചൊക്കെ. ആ കുട്ടിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബോഡി അല്പം വീക്കാണ്, അതുകൊണ്ട് നല്ല റെസ്റ്റ് വേണമെന്ന്. മാത്രമല്ല നല്ല ഫുഡും വേണം. ബെഡ് റെസ്റ്റ് പറ്റുമെങ്കിൽ അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ആണോ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. പറഞ്ഞപ്പോൾ സുഭദ്രയുടെ മുഖം ശരിക്കും തെളിഞ്ഞു. അവർ മനസ്സറിഞ്ഞൊന്ന് പുഞ്ചിരിച്ചു. തൻ്റെ വീട്ടിലേക്ക് ഒരു അതിഥി കൂടി വരാൻ പോവാണല്ലോ എന്ന സന്തോഷത്തിൽ. റൂമിൽ നിന്നും സുഭദ്ര പുറത്തേക്കിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്നും മാമി എന്നൊരു വിളി അവർ കേട്ടത്. തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നിൽ നന്ദന. നന്ദമോൾ ഇവിടെയാണ് ജോലി ചെയ്യുന്നത്? അതേ മാമി. എൻ്റെ രണ്ടാമത്തെ മകനില്ലേ കിരൺ, അവൻ്റെ ഭാര്യ പ്രഗ്നൻ്റാണ്. അത് കൺഫേം ചെയ്യാൻ വേണ്ടി വന്നതാ. വീട്ടിൽ പണ്ട് ജോലിക്ക് നിന്നിരുന്ന രമയുടെ മകളാണ് നന്ദന. ഭർത്താവ് ഒരു മുഴുക്കുടിയനായതുകൊണ്ട് തന്നെ പണി ചെയ്ത് കിട്ടുന്ന പൈസ മുഴുവൻ കള്ളു കുടിച്ച് തീർക്കുമായിരുന്നു. ആ സമയം നന്ദന നഴ്സിംഗ് 2ാം വർഷം പഠിക്കുകയാണ്. ഫീസ് അടയ്ക്കാൻ പണമില്ലെന്ന് പറഞ്ഞ സമയത്ത് സുഭദ്രയാണ് രമയ്ക്കൊരിക്കൽ പണം നൽകിയത്. സുഭദ്രയിൽ നിന്നും ഈ കാര്യങ്ങൾ കേട്ടതോടെ നന്ദനയുടെ പഠനത്തിൻ്റെ ഉത്തരവാദിത്വവും അവരേറ്റെടുക്കുകയായിരുന്നു. 2ാം വർഷം മുതൽ കാർത്തിയായിരുന്നു അവളെ പഠിപ്പിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. പിന്നീട് രമ ഒരിക്കൽ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒന്ന് വഴുതി വീണു. അവളുടെ കൈയുടെ എല്ല് പൊട്ടി. അതോടുകൂടി അവർ സുഭദ്രയുടെ വീട്ടിലെ ജോലി മതിയാക്കി. അപ്പോഴേക്കും നന്ദനയും പഠിപ്പ് കഴിഞ്ഞിറങ്ങിയിരുന്നു. അങ്ങനെയാണ് ദേവകി അടുക്കള സഹായത്തിനായി അവരുടെ വീട്ടിലേക്ക് വന്നത്. കുറച്ചു മുൻപേ അങ്ങോട്ട് ഇറങ്ങിയ അഞ്ജലിയാണോ കിരൺ ചേട്ടൻ്റെ വൈഫ്? അതെ, അത് തന്നെയാ. അതിനാ കുട്ടി പ്രഗ്നൻ്റ് അല്ലല്ലോ. നീ എന്തൊക്കെയാ മോളെ പറയുന്നേ? ഡോക്ടർ പറഞ്ഞല്ലോ അഞ്ജലി പ്രഗ്നൻ്റ് ആണെന്ന്. അല്ല മാമി, ഞാൻ ആ കുട്ടിയുടെ ഫയലൊക്കെ നോക്കി. ഡോക്ടറോട് അവരെന്തോ പറയുന്നത് കേട്ടു. പിന്നെ കുറച്ച് പൈസയും കൊടുത്തു. പൈസ കൊടുക്കാനോ? എന്തിന്? ബില്ലൊക്കെ ഓൾറെഡി റിസപ്ഷനിൽ അടച്ചിട്ടാണ് ഞങ്ങൾ വന്നേ. സാധാരണ മറ്റു പേഷ്യൻസ് ഇങ്ങനെ ഡോക്ടറിന് പൈസ കൊടുക്കുമോ? ഏയ്,
ഇല്ല, നന്ദന പറഞ്ഞു. അത് സാരമില്ല മോളെ, ഞാനിത് ക്ലിയർ ചെയ്തോളാം. പിന്നെ മാമി പോട്ടെ. ശരി മാമി. സുഭദ്ര പുറത്തേക്കിറങ്ങി. ആ നേരം കൊണ്ട് തന്നെ സുഭദ്രയുടെ ഉള്ളിൽ സംശയങ്ങൾ മുളപൊട്ടി തുടങ്ങിയിരുന്നു. സുഭദ്രയെ പറ്റിച്ച സന്തോഷത്തിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചും കളിച്ചും അവിടെ ഇരിക്കുകയാണ് കിരണും അഞ്ജലിയും. എന്തായാലും പ്രഗ്നൻസി കൺഫേം ചെയ്ത സ്ഥിതിക്ക് നമുക്ക് വീട്ടിലേക്ക് പോകാം. സുഭദ്ര ചില വാക്കുകൾക്ക് അല്പം ഊന്നൽ നൽകി പറഞ്ഞു. പോകാം ആൻറ്റി. അവർ കാറിൽ കയറി. വീടെത്തും വരെ സുഭദ്ര പിന്നീട് ഒന്നും പറഞ്ഞില്ല. കിരണും അഞ്ജലിയും എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുകയും കളിക്കുകയും ചെയ്യുന്നുണ്ട്. വീട്ടിൽ വന്നിറങ്ങി കിരണും അഞ്ജലിയും വേഷം മാറാനായി മുകളിലേക്ക് പോകുന്ന സമയം സുഭദ്ര പിന്നിൽ നിന്ന് വിളിച്ചു. എവിടെ നിന്റെ റിപ്പോർട്ട്സൊക്കെ ഒന്ന് കാണിച്ചേ അഞ്ജലി. റിപ്പോർട്ട്സ് എന്തിനാ ആൻറ്റി? നീ അതൊക്കെ ഇങ്ങ് കാണിക്ക്. നിന്റെ ഹെൽത്തിനെ പറ്റി ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി നിന്റെ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നാണ്. ഡോക്ടർ അങ്ങനെ പറഞ്ഞോ? പറഞ്ഞല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ ചോദിക്കുന്നേ. അത് പറയുന്നതോടൊപ്പം തന്നെ അഞ്ജലിയുടെ കയ്യിലിരുന്ന റിപ്പോർട്ട് അടങ്ങിയ കവർ പിടിച്ചു വാങ്ങിച്ചിരുന്നു സുഭദ്ര. അഞ്ജലിയും കിരണും അടി കിട്ടിയതുപോലെ വിളറി വെളുത്തു നിന്നു ആ നിമിഷം. തുടരും. സപ്പോർട്ട് ചെയ്യണേ. കഥ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ സപ്പോർട്ട് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.